ഹലോ, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഓണം ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓണത്തിന് മുന്നേ ഉള്ള ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ടാണ് എഴുന്നേൽക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. പിന്നെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും രാവിലെ മഴയാണല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ഒരു ഐഡിയ കിട്ടാറില്ല. മുറ്റം തൂക്കണോ? കാരണം തലേദിവസം വൈകുന്നേരവും മഴയാണ്, പിറ്റേ ദിവസം രാവിലെയും മഴയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മുറ്റത്തിറങ്ങി നോക്കുമായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു രാവിലെയും വൈകിട്ടും എല്ലാം. മോൾക്കാണെങ്കിൽ അത്തപ്പൂ ഇടണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടവും ആഗ്രഹവും ഒക്കെയാണ് കേട്ടോ. പക്ഷെ ഞാൻ അത്തം മുതലൊന്നും പൂവിട്ട് തുടങ്ങിയിരുന്നില്ലേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സാവകാശം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് ഇന്ന് മുതൽ പൂവൊക്കെ ഇടാന്ന് തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് കുറച്ച് പൂ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ കുറെ അധികം പൂ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ കുറെ സമയം ഞാനിങ്ങനെ ആലോചിച്ച് നിന്നു എന്താ ചെയ്യേണ്ടത്, മുറ്റത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. പിന്നെ മുറിക്കകമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഹോളും സിറ്റ് ഔട്ടും ഒക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓണത്തിന് മുന്നേ തന്നെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് കുറച്ച് എളുപ്പമുണ്ട്. എങ്കിലും ഇത് ഓണത്തിന് മുന്നേ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ഓണം വരെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത് കുറച്ച് പാടാണ്. പിന്നെ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ തൂക്കലും തുടയ്ക്കലും ഒക്കെ രാവിലെ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് കരുതി കേട്ടോ. കാരണം എന്തായാലും പൂവിടാനൊക്കെ പ്ലാൻ ചെയ്തതല്ലേ, അപ്പോൾ മോളൊക്കെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് അതെല്ലാം ചെയ്ത് വെക്കണമല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കയറിയില്ല. സാധാരണയായിട്ട് രാവിലെ തന്നെ അടുക്കളയിലേക്കാണ് കേട്ടോ കയറുക. ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ആദ്യം പ്ലാൻ ചെയ്തു. പിന്നെ അത് കുറേ സമയം എടുക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ അത് മാറ്റി ഗോതമ്പ് ദോശയാക്കിയേ. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ കുറേ സമയം അവിടെ നിന്ന് ആ പണി തന്നെ ചെയ്തുകൊണ്ട് നിൽക്കും, പിന്നെ വേറൊരു കാര്യവും നടക്കുകയില്ല. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ മക്കൾക്ക് ഗോതമ്പ് ദോശയൊക്കെ നല്ല ഇഷ്ടമാണ്. മൂത്ത ആൾക്ക് മാത്രമേ ഇഷ്ടക്കുറവുള്ളൂ. അപ്പം തലേന്ന് വൈകുന്നേരം പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വേണ്ടി അത് 2 ഇരിപ്പുണ്ട്. ഇവർ കാണാതെ വേണം അവന് കൊടുക്കാൻ, കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വഴക്കിടുമല്ലോ. അപ്പോൾ അവനതും കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് ഗോതമ്പ് ദോശയും എടുക്കാം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ചിക്കൻ കറിയും വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് പിന്നെ രാവിലത്തെ കാര്യം എളുപ്പമായി. എന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ എന്തെങ്കിലും വേറൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് വിശക്കുന്നു എന്ന് പറയുമല്ലോ. അപ്പം പിന്നെ എല്ലാം അങ്ങ് ആക്കി വെച്ചിട്ട് പൂവൊക്കെ ഇടാൻ പോകാമെന്ന് വിചാരിച്ചു. ഇത് അച്ഛനും മോനും കൂടെ അവിടെ ഇരുന്ന് കളം വരയ്ക്കുകയാണ് കേട്ടോ. ഏത് ഡിസൈൻ വേണം, എങ്ങനെ വേണം, എവിടെ പൂവിടണം എന്നൊക്കെ. ഈ സമയത്ത് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്, മോളെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അവളെ എഴുന്നേൽപ്പിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോയതാണ് കേട്ടോ. കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പ് ഒക്കെ കൂടി പിന്നെ ഒന്നിനും കൂടാതാവും. പക്ഷേ പൂവിടുകാനാന്ന് പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നേ. തലേദിവസം വൈകിട്ട് തന്നെ പറഞ്ഞതാണ് കേട്ടോ, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, എനിക്കിപ്പോൾ എല്ലാം അറിയാം, ഇത് വട്ടം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയാം, ഒന്നും അമ്മ ചെയ്തു തരണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ രാവിലെ ഞാനും എഴുന്നേറ്റ് ഒരു കൺഫ്യൂഷനിൽ നിന്നത് അതുകൊണ്ടാണ്. ഇവരൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇടണോ അതോ ഞാൻ രാവിലെ ഇതെല്ലാം ചെയ്ത് വെക്കണോ എന്ന്. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വഴക്കാവും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനൊന്നും നിൽക്കാതിരുന്നത്. പിന്നെ രാവിലെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത്തപ്പൂവൊക്കെ ഇടാനിരുത്താമെന്ന് കരുതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആകെ മൂഡ് ഓഫ് ആകുമല്ലോ. മോൻ അതിന് മുന്നേ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉച്ചക്കത്തേക്കുള്ളതും കൂടെ ആക്കണമല്ലോ. അപ്പോൾ അത് അമ്മ കപ്ലങ്ങ അരിയാണ്. പപ്പായ അത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കുത്തി രാവിലെ അതൊക്കെ ഇട്ടിട്ട് പയറും കപ്ലങ്ങയും കൂടെ ചാറ് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറിയും, പിന്നെ ഇനി ചിക്കൻ വറുക്കാനുണ്ട്, തോരൻ ഉണ്ടാക്കാനുണ്ട്, അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കണം. പിന്നെ വേറെ കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ നടക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൊണ്ടുപോകണം. ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റണം. ഇതാണ് ഞായറാഴ്ചത്തെ എൻ്റെ ഒരു പ്ലാൻ കേട്ടോ. പിന്നെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓണം വരുന്നത് കൊണ്ട്. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഓണം വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പൊടി എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് ഒന്നും കൂടെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. പിന്നെ മിക്കവാറും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഞായറാഴ്ച ആയിരിക്കും അല്ലേ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നിൽക്കുന്നത്. പിന്നെ ഒരു പച്ച കളറിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മാവിലയൊന്നും എടുത്ത് അരയ്ക്കാനൊന്നും നിന്നില്ല. പിന്നെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി കേട്ടോ. നമ്മളിനി വീടൊക്കെ എന്തെല്ലാം ക്ലീൻ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും പൂവൊക്കെ ഇടുമ്പോഴാണല്ലോ ഓണത്തിൻ്റെ ഒരു വൈബ് വരുന്നതും പിള്ളേർക്ക് അതൊരു ഇഷ്ടം തോന്നുന്നതും. നമ്മളിവിടെ റെൻറ്റിന് താമസിക്കുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ ആഘോഷമൊന്നും ആഘോഷിക്കാൻ തോന്നാറില്ല കേട്ടോ. പിന്നെ പിള്ളേർക്ക് വേണ്ടി തന്നെയാണ് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. തിരുവോണത്തിനാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കില്ല, എൻ്റെ വീട്ടിലായിരിക്കും, പപ്പയുടെ അമ്മയുടെ അടുത്തായിരിക്കും പോകുന്നത്. കഴിഞ്ഞ കൊല്ലം അങ്ങനെയായിരുന്നേ.
രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ട് ദാ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. ഈ മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് നമുക്ക് പുറത്ത് ചില കാര്യങ്ങളൊന്നും ചെയ്യാനേ പറ്റുന്നില്ല. എൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്താണെങ്കിൽ ഞാൻ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൃത്തിയാക്കുന്നതൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അതൊന്നും നടന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. ബാക്കിയുള്ളവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോ. അപ്പോൾ ദോശയും ചിക്കൻ കറിയും, ചിക്കനൊന്നും അധികം എടുത്തില്ല, ചാറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ പയറ് കറിയൊക്കെ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അമ്മ ഇവിടെ ചിക്കൻ കൂട്ടാത്തത് കൊണ്ടേ ഉച്ചയ്ക്ക് എന്താണോ ഉണ്ടാക്കുന്നത് അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കറിയാക്കിയിട്ടുണ്ട്. പിന്നെ ഓണം ആകുമ്പോഴേക്കും ഓണം വൈബ് വരുത്താൻ വേണ്ടി പൂക്കൾ കൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തിടാം അല്ലേ. അപ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും നമ്മളിവിടെ തൂക്കിയൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ തളികയിൽ കുറച്ച് പൂവൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തളികയിൽ പൂവൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ മുകളിൽ. മോളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചെയ്യും കേട്ടോ. ഏതെങ്കിലുമൊക്കെ പൂ പറിച്ചിട്ട് വെള്ളത്തിനകത്ത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ മുല്ലപ്പൂവൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് ആ പൂവെല്ലാം ഇതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ തളികയുടെ മുകളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴേ. അത് കഴിഞ്ഞിട്ടാണ് ഇതാ മോൾ അവളുടേതായ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഇതിൽ ഞങ്ങളൊന്നും ചെയ്തില്ല, പറഞ്ഞും കൊടുത്തില്ല. അപ്പം ഓണം എഴുതണമെന്ന് മോള് തന്നെ വന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്രയോണും കൊണ്ടൊന്ന് എഴുതി കൊടുത്തിരുന്നേ. പക്ഷെ ഇട്ട് വന്നപ്പം അത് പല വലുപ്പത്തിലൊക്കെ ആയിന്നേ ഉള്ളൂ. എങ്കിലും അത് അവളുടെ ഇഷ്ടത്തിന് അങ്ങ് ഇട്ടോട്ടെ എന്ന് കരുതി. പിന്നെ അത് ചിക്കൻ വറുക്കാൻ വേണ്ടി ഒന്ന് പുരട്ടി വെക്കുമായിരുന്നേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കണമല്ലോ. അതവിടെ മാറ്റി വെക്കുന്ന നേരത്തിന് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നേ. അപ്പം ഞാനിവിടെ കഴുകിക്കൊണ്ടൊക്കെ ഇരുന്ന സമയത്താണ് മോള് വന്നിട്ട് അമ്മ കണ്ണടച്ച് വന്നേന്നാ പറഞ്ഞത്. എന്നെ കണ്ണടച്ച് കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതാ ഓണം എന്ന് എഴുതി കഴിഞ്ഞു. അത് രണ്ട് വലുപ്പത്തിലാണ്, എങ്കിലും സാരമില്ല, അവൾ അത്രയും ചെയ്തല്ലോ. ഇതാ വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് റെഡിയാക്കിയത്. പിന്നെ ആ പുറകെ തന്നെ കിച്ചൺ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചിട്ടോ. കാരണം കിച്ചണിൻ്റെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ 2 ആഴ്ച മുന്നേ കഴിഞ്ഞതാണ്. പിന്നെ എത്രയൊക്കെ നീറ്റാക്കി ഇട്ടാലും വേഗം വേഗം അഴുക്കാകുന്ന ഒരു സ്ഥലവും കൂടെയാണല്ലേ കിച്ചൺ, എണ്ണയൊക്കെ തെറിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് പൊടിയൊക്കെ തട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതിനായിട്ടൊരു സമയം ഇനി കണ്ടെത്തണം. അപ്പോൾ വേഗം അതും കൂടെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ചിക്കൻ ഒന്ന് വറുക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നല്ല നല്ല കഷ്ണങ്ങളും കാലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ മാറ്റി വെച്ചിരിക്കും കേട്ടോ, പിള്ളേർക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടി. ബാക്കിയുള്ളവർക്കൊക്കെ കറിയാണെങ്കിലും മതി, അവർക്ക് വറുത്തതാണല്ലോ ഇഷ്ടം. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുറ്റം തൂക്കലെന്ന് പറഞ്ഞാൽ ഒരു വലിയ പണിയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ബാക്ക് സൈഡിലാണെങ്കിൽ നന്നായിട്ട് ഇല വീണ് കിടക്കുന്നുണ്ടായിരുന്നേ, റബ്ബറിൻ്റെയൊക്കെ. അപ്പോൾ മഴയും വൈകുന്നേരം നല്ല കാറ്റുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഞാനിങ്ങനെ നോക്കി നിന്നത്, വിഷമിച്ച് നിന്നത്. എന്താ ചെയ്യണ്ടേ? മുറ്റാണെങ്കിൽ നന്നായിട്ട് ഇലയൊക്കെ വീണ് കിടക്കുമായിരുന്നു. പക്ഷേ വീണ്ടും മഴ പെയ്യുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തൂത്ത് മാറ്റാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം വേഗം അകത്തെ പണിയെല്ലാം ഒതുക്കുന്നത് തന്നെ പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ആ കഴിഞ്ഞൊരു വ്ളോഗിൽ ചെടിയൊക്കെ നടുന്നത് കാണിച്ചിരുന്നില്ലേ, ഈ ബാക്ക് സൈഡിലാണ് കേട്ടോ ആ ബന്ദിയൊക്കെ നിന്നിരുന്നത്. ഇവിടുന്ന് പറിച്ചിട്ടാണ് അതെല്ലാം ഫ്രണ്ടിലേക്ക് ആക്കിയത്. പക്ഷെ ഓണമായിട്ട് ഒന്നും പൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചിക്കനെല്ലാം ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ഇപ്പം പിള്ളേർക്കൊക്കെ വിശക്കാൻ തുടങ്ങുമല്ലോ, ആ സമയം ആകുമ്പോഴേക്കും ആവണം. കുറച്ച് നേരം പോയിട്ടുണ്ട്. പിന്നെ രാവിലെ പയ്യെ എഴുന്നേറ്റ് എല്ലാം കഴിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതാ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്തുള്ള കമ്പികളാണ് കേട്ടോ. ഇത് മിക്കവാറും തന്നെ തുടച്ചിടാനായിട്ട് മറന്നു പോവേ. പിന്നെ മഴ പെയ്യുമ്പം ഇതിലേക്ക് വെള്ളവും വീഴാറുണ്ട്. അപ്പം ഈ സമയത്താണ് ഞാനിത് ഓർത്തത്, ഇത് മാത്രം ചെയ്തിട്ടില്ലല്ലോ എന്ന്. അത് വേഗം ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ വേറൊരു സൈഡ് തൂക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാനിവിടെ തൂത്തുകൊണ്ട് നിന്നപ്പം തന്നെ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ തൂത്തിട്ട് ഓടിക്കയറി കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബന്ദിപ്പൂ കേട്ടോ. അത് കുറച്ചൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ബാക്കി എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പയറും പപ്പായയും കൂടെ കറി വെച്ചതും വെണ്ടയ്ക്ക തോരനും ചിക്കൻ വറുത്തതും. ഈ സമയത്ത് ചേട്ടനാണെങ്കിൽ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നേ. കല്യാണത്തിന് പോയിന്നേ ഉള്ളൂ, ആ സദ്യയൊന്നും ഉണ്ടില്ല, വള്ളസദ്യയാണ് ഉണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരികയാണ്. അച്ഛനെ കണ്ട സന്തോഷത്തിലാണ് പിള്ളേർ ഓടുന്നത്. ഈ സമയം ഞാൻ ഫ്രണ്ട് മുറ്റവും കൂടെ ഒന്ന് തൂത്തായിരുന്നു. അവിടെയും തൂത്തുകൊണ്ട് നിന്നപ്പോൾ വീണ്ടും മഴ പെയ്തു. ഈ മഴ തന്നെയാണ് കേട്ടോ നമ്മളെ ഒരു ജോലി ചെയ്ത് തീർക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എന്തായാലും ചെയ്യാൻ തുടങ്ങിയതങ്ങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്.
വീണ്ടും അതൊന്ന് ചെറുതായിട്ട് മഴയൊന്ന് തോർന്നപ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലല്ലേ മുറ്റം ഒരു രസം ഉണ്ടാവുള്ളൂ. കാരണം ഇനി പിറ്റേ ദിവസം എങ്ങനെയാണ് അല്ലെ വൈകുന്നേരം എങ്ങനെയാണെന്നൊന്നും പറയാനും പറ്റില്ല. ഇതും കൂടെ ഒന്ന് കഴിഞ്ഞാലേ സമാധാനമായിട്ട് ഇരിക്കാനും പറ്റുള്ളൂ. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണേ. ഓണക്കോടിയൊക്കെ എടുക്കാൻ വേണ്ടി പിള്ളേർക്കൊക്കെ എടുക്കണമല്ലോ. അപ്പം പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്. അവർക്ക് ദാഹിക്കുന്നു എന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങിയ സമയത്ത് ചായയൊന്നും ഇട്ട് കുടിച്ചിരുന്നില്ല കേട്ടോ. എന്തായാലും ഇറങ്ങുമ്പോൾ ഇവർ എന്തെങ്കിലും വേണമെന്ന് പറയുമെന്നറിയാം. പിന്നെ ഇതാ മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് നൈറ്റി എടുത്തു, എനിക്കുള്ള ഡ്രസ്സ് എടുത്തു. ചേട്ടന് പിന്നെ ഇവിടെ നിന്ന് ആയിരുന്നില്ല കേട്ടോ എടുത്തത്. മുണ്ട് ഷർട്ടും ഒക്കെ വേറെ എടുത്തത്. അവർക്ക് ഓഫീസിലേക്ക് ഇടാൻ വേണമായിരുന്നല്ലോ. അപ്പോൾ കളറ് പറഞ്ഞിട്ട് ഒരേപോലെ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണേ, എന്താണ് ഞാൻ മാറ്റേണ്ടതെന്നും എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടതെന്നും ഒക്കെ. അപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് ഓണം കഴിഞ്ഞിട്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്